നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അതെ, നാളെ ഞങ്ങളുടെ കല്യാണമാണ്. ആദ്യത്തെ കല്യാണത്തിനോ നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ പേർക്ക് മനസ്സിലാവുമായിരിക്കും. നമുക്ക് ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിക്കാം എന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. അത് നമുക്ക് കഴിക്കണം എന്ന്. അപ്പം നമുക്കത് പറ്റാത്തത് കൊണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ വഴിപാട് പോലെ പോയി ചെയ്യുന്നു, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചധികം നാളെടുത്തു. നമ്മുടെ ആനിവേഴ്സറിയാണ് അടുത്ത മാസം. അപ്പോഴാണ് നമ്മൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഓർമ്മ പുതുക്കൽ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രാത്രി 12 മണി കഴിഞ്ഞ് 1 മണി ആയിട്ടുണ്ട്. 5 മണി എഴുന്നേക്ക് പോകണം. 5 മണിക്ക് പോകണം. 4 മണി എഴുന്നേക്കണം. യെസ്, അപ്പൊ നിങ്ങക്ക് നമ്മുടെ കല്യാണം കാണാട്ടോ. അപ്പൊ നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കണം. നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ നയം ചെയ്ത് വെക്കണം. ഓൾറെഡി പുതിയതാണ്, അതുകൊണ്ട് വലിയ അയണിങ് പരിപാടിയൊന്നും ഇല്ല. പക്ഷെ എന്നാലും പ്ലീറ്റ് ഒക്കെ എടുത്ത് വെക്കണമല്ലോ, രാവിലെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. സോ അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. എൻ്റെ ഒറിജിനൽ കല്യാണവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, ബിക്കോസ് നമുക്ക് അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഈ കല്യാണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ വേഗം തീർക്കാം. ഒന്ന് മിക്കവാറും എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയാവാൻ തുടങ്ങേണ്ടി വരും, ബിക്കോസ് സെൽഫ് മേക്കപ്പ് ആൻഡ് സെൽഫ് ഹെയർ ഡ്രസ്സിങ് ഒക്കെയാണ്. അതിന് ചിലപ്പോൾ 2 മണിക്കൂർ സമയം വേണ്ടി വരും. എൻ്റെ വ്ളോഗ് കണ്ട് അന്താളിച്ച് ആ വഴിക്ക് പോകുന്ന ഒരാളാണ്. ഓക്കെ, ബൈ. ആണ് നമ്മൾ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാനൊരു സിമ്പിൾ സെറ്റ് മുണ്ടാണ് ഉടുക്കാൻ ഉദ്ദേശിക്കണത്. പിന്നെ അതുപോലെ അപ്പുക്കുട്ടൻ്റെ മുണ്ടും പിന്നെ ഷർട്ട് ഇടുന്നില്ല, ഇങ്ങനെ പുതക്കില്ലേ ഇങ്ങനെ മുകളിൽ കൂടെ, അതാണ് നമ്മൾ, അങ്ങനെയാണ് നമ്മളൊരു ഔട്ട്ഫിറ്റ് ഐഡിയ. എന്താവും നല്ലതായിട്ട് വരുമോ എന്നൊന്നും ഐഡിയ ഇല്ല, പക്ഷെ ഇതാണ് എന്തായാലും സംഭവം കേട്ടോ. നാളത്തേക്ക് വേണ്ട പൂവൊക്കെയാണ് കേട്ടോ. ഇത് തുളസിയും തെച്ചിയും കൂടെ മിക്സ് ചെയ്ത് കോർത്തതും കുറച്ച് മുല്ലപ്പൂവും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തലയിൽ ഫിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വലിയ ഐഡിയ ഒന്നും ഇല്ല. കുറച്ച് റെഫറൻസ് ഒക്കെ എൻ്റെ ഉണ്ട്. ഞാനും അമ്മയും കൂടെ അത് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ലുക്കിലാക്കി എടുക്കണം. അതാണ് അവസ്ഥ. അങ്ങനെ ഫൈനലി നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സെക്കൻഡ് മാരേജ് ആണ്, എന്നാലും ഒന്ന് പോയി കെട്ടിയേക്കാം എന്ന് വിചാരിച്ചു. നമ്മളിത് പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ ആളുടെ ഡൗട്ടായിരുന്നു, ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്, ഇങ്ങനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ പറ്റുമോ, എന്തിനു വേണ്ടിയാന്നൊക്കെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരുടെ വിശ്വാസപ്രകാരമുള്ളതാണ്. പൂവിൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താമെന്ന് പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതായത് ഒരു വഴിപാട് നേർച്ച പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അന്ന് അത് നടന്നില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഗുരുവായൂരപ്പൻ്റെ നടയിൽ മാലയിടാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും വിശന്ന് ചെറിയ അയ്യോ നീ കുറച്ച് കുഞ്ഞിങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടോ. എല്ലാവരും രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് വന്നതാണ്. സോ നമ്മൾ മാലയൊക്കെ ഊരി വെച്ച് നമ്മളെ ഫോട്ടോസൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. മകളെ ഒന്നും കൂടെ കെട്ടിച്ചപ്പോൾ എന്ത് തോന്നുന്നു? ആദ്യത്തെ കല്യാണത്തിന് ബോധമുണ്ടായിരുന്നില്ല. അതെ, അന്ന് ടെൻഷനായാലും ഇന്ന് സമാധാനത്തിൽ. അതെ, ശരിക്കും പോലെ കല്യാണത്തിന് ബോധം ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ അടിപൊളി. എല്ലാവർക്കും കല്യാണം കഴിഞ്ഞാൽ നേരെ കല്യാണ സദ്യ ആയിരിക്കും. ഇത് വളരെ നേരത്തെ കല്യാണം കഴിഞ്ഞതായതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എപ്പോൾ ഗുരുവായൂർ പോയാലും കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ആ സെയിം ഹോട്ടലിൽ തന്നെ കയറിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. എല്ലാവരും മസാല ദോശ, പൂരി, അത് ഇത് എന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തിങ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അത് കഴിച്ചു. ഞാനും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു. പക്ഷേ ഭയങ്കര ടയർഡായിപ്പോയി എല്ലാവരും. ബിക്കോസ് രാവിലെ നേരത്തെ എണീറ്റ്, ഞാനാണ് ഏറ്റവും കൂടുതൽ നേരത്തെ എണീറ്റ് റെഡിയായി. എൻ്റെ മേക്കപ്പും പൊട്ടും സിന്ദൂരെല്ലാം ഒലിച്ച് ഞാൻ വല്ല കരിങ്കാളിയല്ലേ ആ ലുക്കായിട്ടുണ്ട്. പക്ഷെ എന്നാലും പ്രശ്നമില്ല, കാരണം വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. ആദ്യം അകത്തേക്ക് എന്തെങ്കിലും ചെന്നാലേ ഉള്ളൂ പുറത്തുള്ളതെല്ലാം ഊരിക്കളയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല, അത് അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ അവിടെ പോയി അതെല്ലാം അഴിച്ചു കളഞ്ഞപ്പോൾ തന്നെ പകുതിയിലധികം ആശ്വാസമായി. കാരണം ആ ചൂടത്ത് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് തന്നെ നമുക്ക് കണ്ണൂരേക്ക് തിരിച്ചു പോകാൻ വേണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് തന്നെ അമ്മയും പപ്പയും ഞാനും അപ്പും ഒക്കെയാണ് ഡ്രസ് ചേഞ്ച് ചെയ്തത്. ബാക്കി എല്ലാവരും ആ സെയിം കോലത്തിൽ തന്നെയാണ്. ഓർഡർ ചെയ്ത ഫുഡെല്ലാം പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ബിക്കോസ് ഓൾറെഡി ഒരു ട്രെയിൻ മിസ്സായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നെക്സ്റ്റ് ട്രെയിനും കൂടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇന്നും കൂടെ ഇവിടെ നിന്ന് നാളെ പോക്ക് നടക്കും. ഫുഡൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓരോന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. നോൺ വെജ് ആയിരുന്നു കേട്ടോ. നമുക്ക് കല്യാണ സദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണി, മന്തിയൊക്കെയാണ് നമ്മൾ തട്ടിവിട്ടത്. പിന്നെ നേരെ നമ്മൾ കണ്ണൂരേക്ക് വണ്ടി തിരിച്ചു. ഭയങ്കര ചൂടെടുത്ത് നമ്മളെല്ലാവരും മരവിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ടീഷർട്ടിൻ്റെ കളർ ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വെള്ളത്തിൽ മുങ്ങിയ പോലെ ആയിരുന്നു കേട്ടോ. പോരാത്തതിന് ഈ ട്രെയിൻ 1 മണിക്കൂർ കോഴിക്കോട് പിടിച്ചിടുകയും ചെയ്തായിരുന്നു. ശുഭം. എങ്ങനെ ഒരുങ്ങിപ്പോയ ഞാനാ ഇപ്പം എൻ്റെ കോലിരിക്കുന്ന കണ്ടില്ല. എല്ലാവരും ചത്ത് ചീഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാരണം അത്ര റഷായിരുന്നു ട്രെയിനിൽ. എന്താണേലും ഒരു വകയ്ക്ക് നമ്മൾ കണ്ണൂർ റീച്ചായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ 2ാം കല്യാണം നടന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. എനിക്ക് എൻ്റെ 1ാം കല്യാണത്തിനൊക്കെ ഇഷ്ടമായത് എൻ്റെ 2ാം കല്യാണമായിരുന്നു കേട്ടോ. കാരണം 1ാം കല്യാണത്തിന് എനിക്ക് പനി പിടിച്ച് ഞാൻ ചത്തിരിക്കുമായിരുന്നു. ഇതാണ് എനിക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത്. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെ മുന്നിൽ വരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.